MET-PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 2 PWD ഓർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ ക്വസ്റ്റ്യൻ കോഡ് 99/2016 എന്ന കേരള PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓവർസിയർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു ക്രാഷ് കോഴ്സ് MET-PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. The first one, the size of the sign bar is specified by option A overall length, option B length and weight, option C distance between rollers, option D rollers diameter. സൈൻ ബാർ എന്ന് പറയുന്നത് ഒരു ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ വർക്ക് പീസൊക്കെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതാണ് സൈൻ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സൈൻ ബാർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിവൈസ് മാത്രമാണ്. അതിൻ്റെ അറ്റത്ത് രണ്ട് റോളേഴ്സ്, വളരെ ആക്യുറേറ്റ്ലി ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള രണ്ട് റോളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആംഗുലർ മെഷറിങ്ങിന് വേണ്ടിയിട്ട് സൈൻ ബാറിൻ്റെ കൂടെ എപ്പോഴും സ്ലിപ്പ് ഗേജസ് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആംഗുലർ മെഷർമെൻറ്റിന് മാത്രമല്ല, വർക്ക് പീസ് സെറ്റിങ്ങിന് വേണ്ടിയിട്ടും സൈൻ ബാർ യൂസിങ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോളേഴ്സാണ്. ദ നെക്സ്റ്റ് വൺ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഈസ്. അപ്പോൾ വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. 1/12 ഡിഗ്രി അല്ലെങ്കിൽ 5 മിനിറ്റാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. അപ്പോൾ 1/12 പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. 1/12 ഡിഗ്രിയാണ്, 5 മിനിറ്റ്സാണ് വെർനിയർ ബെവൽ പ്രൊട്രാക്ടറിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, in a shaper, option A work reciprocates and tool stationary, option B work reciprocates and tool moves over them, option C work stationary and tool reciprocates, option D work stationary and tool moves over them. സോ ഇവിടെ നമുക്കൊരു ഷേപ്പർ മെഷീൻ്റെ ഫിഗർ കാണാം. അപ്പോൾ ഇവിടെ ഷേപ്പർ എന്ന് പറയുമ്പോൾ ഒരു റെസിപ്രോക്കേറ്റിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റെസിപ്രോക്കേറ്റിംഗ് എലമെൻസിൻ്റെ മുകളിലായിട്ടായിരിക്കും ടൂള് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൂൾ റെസിപ്രോക്കേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബെഡ് ടേബിൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ടായിരിക്കും വർക്ക് പീസ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും, ടൂള് റെസിപ്രോക്കേറ്റ്സും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. വർക്ക് സ്റ്റേഷനറി ആൻഡ് ടൂൾ റെസിപ്രോക്കേറ്റ്സ്. ദ നെക്സ്റ്റ് വൺ, ക്ലാപ്പർ ബോക്സ് ഈസ് യൂസ്ഡ് ഇൻ. ഓപ്ഷൻ എ ഷേപ്പർ, ഓപ്ഷൻ ബി റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, ഓപ്ഷൻ സി സെൻട്രൽലെസ് ഗ്രൈൻഡിങ് മെഷീൻ, ഓപ്ഷൻ ഡി സ്ലോട്ടർ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഷേപ്പറിൻ്റെ ഫിഗർ കണ്ടിരുന്നു. അപ്പോൾ ഷേപ്പറിൻ്റെ ടൂൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ടൂള് ഹോൾഡ് ചെയ്യുന്ന ടൂൾ പോസ്റ്റ്, അത് നമ്മൾ ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്ന ഒരു ഡിവൈസിൻ്റെ മുകളിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത് ഒരു ഹിഞ്ചിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ സ്ട്രോക്ക് വരുന്ന സമയത്ത് അത് കട്ടിംഗ് ടൂള് വർക്കിൽ ടച്ച് ആവാതിരിക്കുക, അതായത് ലോഡൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഹിഞ്ചസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സ്വിങ്സ് ഔട്ട്വേർഡ് ഇൻ റിട്ടേൺ സ്ട്രോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കട്ടിങ് നടക്കുന്നത് ഫോർവേഡ് സ്ട്രോക്കിലായിരിക്കും. അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് നമ്മൾ അത്രയും ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നൊരു മെക്കാനിസം ഷേപ്പറിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ടൂള് ഫാസ്റ്റായിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് വർക്കിൻ്റെ മുകളിൽ മാർക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ടൂളിൻ്റെ ഷാർപ്പനെസ് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഹിഞ്ച് കൊടുത്തിട്ട് അതിനെ
ടൂളിനെ ഫ്രീ ആക്കും റിട്ടേൺ സ്ട്രോക്ക് വരുന്ന സമയത്ത്. ഇത് ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ കട്ടിംഗ് ടൂള് അതിൽ ലോഡ് എടുക്കുകയുള്ളൂ. റിട്ടേൺ സ്ട്രോക്ക് വരുമ്പം കട്ടിംഗ് ടൂൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റാണ് ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത്. ഈ ക്ലാപ്പർ ബോക്സിൻ്റെ മുകളിലായിരിക്കും ടൂൾ പോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഷേപ്പർ മെഷീനിലാണ് ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, the irregular shaped work pieces are clamped on a lathe by using option A faceplate, option B forjo chuck, option C mandrel, option D lathe dog. അപ്പോൾ ഫോർജോ ചക്ക് ഉപയോഗിച്ചിട്ടാണ് ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ് ലെയ്ത്തിൽ ഫിറ്റ് ചെയ്യാറ്. ദ നെക്സ്റ്റ് വൺ, ദ ഫയൽ ഗ്രേഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ option A distance from tip to heel, option B spacing of teeth, option C cut off file, option D shape of file. അപ്പോൾ കട്ട് ഓഫ് ഫയൽ, ഷേപ്പ് ഓഫ് ഫയലിനൊക്കെ ബേസ് ചെയ്തിട്ട് ഫയലിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സിംഗിൾ കട്ട്, ഡബിൾ കട്ട് എന്നൊക്കെ പറയാം. അതേപോലെ റെക്റ്റാങ്കുലർ ഫയൽ, ട്രയാങ്കുലർ ഫയൽ, സർക്കുലർ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫയൽ ഗ്രേഡ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പേസിങ് ഓഫ് ടീത്താണ്. അപ്പോൾ ടീത്തിൻ്റെ സ്പേസിങ്ങിനനുസരിച്ചിട്ട് അതിനെ റഫ് ഫയൽ, ബസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ഫയൽ, വെരി സ്മൂത്ത് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇതൊക്കെ ഫയൽ ഗ്രേഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് സ്പേസിങ് ഓഫ് ദ ടീത്താണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് എ ഷീറ്റ് ഓഫ് മെറ്റൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അലോങ് ദ ലെങ്ത്. ഓപ്ഷൻ എ ലാൻസിങ്, ഓപ്ഷൻ ബി എംപോസിങ്, ഓപ്ഷൻ സി സ്ലിറ്റിംഗ്, ഓപ്ഷൻ ഡി പെർഫറേറ്റിംഗ്. അപ്പോൾ ലാൻസിങ് എന്ന് പറയുന്നത് ഒരു കട്ടിങ് നടന്നതിന് ശേഷം അതിനെ ബെൻഡ് ചെയ്യുന്ന, കട്ടിങ്ങും ബെൻഡിങ്ങും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ലാൻസിങ് എന്ന് പറയുന്നത്. എംബോസിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും പർട്ടിക്കുലർ ഷേപ്പൊക്കെ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോമിങ് ഓപ്പറേഷനാണ്. അപ്പോൾ ഇവിടെ സ്ലിറ്റിംഗ് ഓപ്പറേഷൻ നമുക്ക് കാണാം. സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് സ്ലിറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അതാണ്, സ്ലിറ്റിംഗ് ഓപ്പറേഷനാണ് വരുന്നത്. പിന്നെ പെർഫറേറ്റിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ഹോൾസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്ലിറ്റിംഗ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ കട്ടിംഗ് ടൂൾ ഇൻ എ മില്ലിംഗ് മെഷീൻ ഈസ് മൗണ്ടഡ് ഓൺ. അപ്പോൾ മില്ലിംഗ് മെഷീനിൽ കട്ടിംഗ് ടൂള് ആർബറിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്യാറ്. ഓർത്ത് വെക്കുക, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് എ പീസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് മെറ്റീരിയൽ to a predetermined contour is termed as. Option A drawing, option B piercing, option C punching, option D blanking. ഇപ്പോൾ ഒരു പ്രീഡിഫൈൻഡ് കോണ്ടൂർ സ്റ്റോക്ക് മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഓപ്പറേഷനാണ് ബ്ലാങ്കിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്കിൽ എന്തെങ്കിലും ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓപ്പറേഷനാണ് പിയേഴ്സിങ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീഡിറ്റർമിൻഡ് കോണ്ടൂർ കട്ട് ചെയ്തെടുക്കുകയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പിന്നെ പഞ്ചിങ്, പിയേഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് സെയിം ഓപ്പറേഷനാണ്. പഞ്ചിങ്ങിൽ റൗണ്ട് ഷേപ്പ് മാത്രമാണ് ചെയ്യുക. പിയേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പ് ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ കട്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മെറ്റീരിയലിൽ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടൗട്ട് ചെയ്യുന്ന പീസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരിക്കും. അത് പിയേഴ്സിങ്ങിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഡ്രോയിങ് എന്ന് പറയുന്നത് കപ്പ് ഷേപ്ഡ് കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് എമോങ് ദ ഫ്ലോയിങ് സ്റ്റേക്ക് പ്രൊവൈഡ്സ് ഡബിൾ എൻഡഡ് സപ്പോർട്ട്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനിൽ ബെൻഡിങ് പർപ്പസിനൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ എൻഡഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേക്ക് എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരുപാട് സ്റ്റേക്കുകൾ കാണാം. അപ്പോൾ രണ്ട് എൻഡിലും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോഴ്സ് ഹെഡ് സ്റ്റേക്കാണ്. അപ്പോൾ ഹോഴ്സ് ഹെഡ് സ്റ്റേക്കാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്.
30 എ ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, ദ പോയിൻ്റ് ആംഗിൾ ഓഫ് എ സെൻറ്റർ പഞ്ച് ഈസ്. സെൻറ്റർ പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത് ഡോട്ട് പഞ്ച് ആവുന്ന സമയത്ത് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ഒക്കെ വരാറുണ്ട്. അപ്പോൾ സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. ദ നെക്സ്റ്റ് വൺ, ബെൻഡ് സ്നിപ്സ് ആർ യൂസ്ഡ് ഫോർ. അപ്പോൾ ബെൻഡ് സ്നിപ്പ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റലിൽ കർവ്ഡ് ലൈൻസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ റൗണ്ട് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർവ്ഡ് ലൈന് കട്ട് ചെയ്യാനാണ് ബെൻഡ് സ്നിപ്സ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ, ഇൻ അസറ്റിലിൻ സിലിണ്ടർ the acetylene is dissolved in. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി അസറ്റോൺ. അപ്പോൾ അസറ്റിലിൻ സിലിണ്ടറിൽ അസറ്റിലിൻ ഡിസോൾവ് ചെയ്യുന്നത് അസറ്റോൺ എന്ന് പറയുന്ന എലമെൻറ്റിലാണ്. അസറ്റോൺ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ അസറ്റിലിൻ ഡിസോൾവ് ആവും. അപ്പോൾ അസറ്റിലിൻ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഈ ഒരു അസറ്റോണിൽ മിക്സ് ചെയ്തിട്ടാണ്. The next one, in foundry which sand is used for making cores. അപ്പോൾ ഫൗണ്ടറിയിൽ കോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ സാൻഡാണ് യൂസ് ചെയ്യാറ്. ഓയിൽ സാൻഡ് കൊണ്ടാണ് കോർസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ റിപ്പയറിംഗ് ആൻഡ് ഫിനിഷിംഗ് ദ മോൾഡ് സർഫസ് ആഫ്റ്റർ ദ പാറ്റേൺ ഈസ് വിഡ്രോൺ. അപ്പോൾ പാറ്റേൺ വിഡ്രോൺ ചെയ്തതിന് ശേഷം മോൾഡ് സർഫസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്ലിക്ക് എന്ന് പറയുന്നത്. സ്ലിക്കാണ്, അതൊരു സ്പൂൺ ഷേപ്പിലുള്ള ഒരു കോമ്പണൻ്റ് ആണ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ മോൾഡിനെ പാറ്റേൺ ഒഴിവാക്കിയതിന് ശേഷം ഫിനിഷ് ചെയ്യുക. ഇനി ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ് സ്വാബ് എന്ന് പറയുന്നത്. റിഡിൽ എന്ന് പറയുന്നത് ഫൈൻ പാർട്ടിക്കിൾസൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അരിപ്പയാണ്. ലിഫ്റ്റർ അതിലുള്ള പാറ്റേണിനൊക്കെ ഒഴിവാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബെൻഡായിട്ടുള്ള ഒരു റോഡാണ് ലിഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് സ്ലിക്ക്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ടാപ്പർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഹോളോ എൻഡ് ഓഫ് ടൈൽ സ്റ്റോക്ക് ബോർസ് ഇൻ എ സെൻട്രൽ ലൈത്ത്. ഇപ്പോൾ സെൻട്രൽ ലൈത്തിൽ ടൈൽ സ്റ്റോക്കിൽ യൂസ് ചെയ്യുന്ന ടാപ്പർ എന്ന് പറയുന്നത് മോഴ്സ് ടാപ്പറാണ്. ഓൾമോസ്റ്റ് ടാപ്പർ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാപ്പർ തന്നെയാണ് മോഴ്സ് ടാപ്പർ. അപ്പോൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടും മോഴ്സ് ടാപ്പറാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കണ്ടക്റ്റൻസ് ഈസ്. ഓപ്ഷൻ എ ഫാരഡ്, ഓപ്ഷൻ ബി ഹെൻറി, ഓപ്ഷൻ സി കുളോംബ്, ഓപ്ഷൻ ഡി സീമൻസ്. അപ്പോൾ ഇലക്ട്രിക് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്, അപ്പോൾ നമുക്ക് പല ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് കാണാം, അതിൻ്റെയൊക്കെ യൂണിറ്റ്സ്, അത് ഉപയോഗിക്കുന്ന മെഷറിംഗ് ഡിവൈസും കാണാം. ഇത് നോട്ട് ചെയ്തേണ്ട ആൾക്കാർക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഓമാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. കപ്പാസിറ്റൻസ് ഫാരഡാണ്. ഇൻഡക്റ്റൻസ് ഹെൻറിയാണ്. ചാർജ് വരുന്നത് കൂളോംബിനാണ്. കണ്ടക്റ്റൻസ് വരുന്നത് സീമെൻസിലാണ്. അപ്പോൾ സീമെൻസാണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റർ ഹാവ് ടു ഫീൽഡ് വൈൻഡിങ്. ഓപ്ഷൻ എ ഷണ്ട് വൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി സീരീസ് വൗണ്ട്, ഓപ്ഷൻ ഡി പാരലൽ വൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ സി കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. ഈ സീരീസും ഷണ്ട് പാരലൽ എന്ന് പറയുന്നത് സെയിം ആണ്. സീരീസും വേറൊരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിലും ഒറ്റ ഫീൽഡ് കോയിലേ ഉണ്ടാവുള്ളൂ. കോമ്പൗണ്ട് ആവുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ്. സീരീസും ഷണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് കോമ്പൗണ്ട് വൗണ്ട് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്നത്. സോ അവിടെ എന്തായാലും 2 ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക.
The next one, the air fuel ratio of the petrol engine is controlled by എയർ ഫ്യൂവൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത് കാർബുറേറ്റർ എന്ന് പറയുന്ന ഡിവൈസാണ്. ഇപ്പോൾ ഡീസൽ എഞ്ചിനിൽ ഡീസൽ ഇഞ്ചെക്റ്റ് ചെയ്യാനാണ് ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ മിക്സിംഗ് എലമെൻറ്റ് കാർബുറേറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർബുറേറ്ററിലായിരിക്കും വെഹിക്കിളിൻ്റെ ത്രോട്ടിൽ അല്ലെങ്കിൽ ആക്സലറേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആക്സലറേറ്റർ പെഡൽ അമർത്തുന്ന സമയത്ത് ഇതിൻ്റെ റേഷ്യോ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. The last one, which of the following devices used to control the speed variation of the engine caused by the fluctuation of engine turning moment? എൻജിൻ ടേണിംഗ് മൊമെൻറ്റിൽ നമുക്ക് പവർ സ്ട്രോക്കിൽ മാത്രമേ പവർ ഡെവലപ്പ് ആവുന്നുള്ളൂ, ബാക്കിയുള്ള സ്ട്രോക്കെല്ലാം ഐഡിയൽ സ്ട്രോക്കുകളാണ്. സോ ആ ടൈമിലൊക്കെ എൻജിനെ കറക്റ്റായിട്ട് റൺ ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫ്ലൈ വീലാണ് ഈ ഒരു ഫ്ലക്ച്വേഷൻ ഒക്കെ ഒഴിവാക്കുന്ന, അങ്ങനെയുള്ള ഒരു സ്പീഡ് വേരിയേഷൻ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വെഹിക്കിളിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പീഡിനനുസരിച്ചിട്ട് ഫ്യൂവലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഗവർണർ. അത് തമ്മിൽ മാറിപ്പോകരുത്. ഇപ്പോൾ ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു സ്പീഡ് വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുക. അല്ലാത്ത രീതിയിൽ എൻജിൻ സ്പീഡ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്പീഡ് മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഗവർണർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.